ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ആൽഗോസ് എല്ലാം ലോഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പ് ഇന്നത്തെ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഗോൾഡിൻ്റെ 5 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 57 പോയിൻറ്റ്, അതായത് 570 പിപ്സ് ഇന്നത്തെ ദിവസം കളക്ട് ആയിട്ടുണ്ട്. 18 എൻട്രിയാണ് വന്നിരിക്കുന്നത്. അതിൽ 9 എണ്ണം ബൈയും 9 എണ്ണം സെല്ലുമാണ്. ഓക്കെ, അതിൽ നമുക്ക് ടാർഗറ്റ് 8 എണ്ണം അടിച്ചിട്ടുണ്ട്. SL 4 എണ്ണം വന്നിട്ടുണ്ട്. 5 എണ്ണം ട്രെൻഡ് ചേഞ്ച് നടന്നിട്ടുണ്ട്. 66% ഇന്നത്തെ നമ്മളുടെ അക്യൂറസി, അതായത് വിൻ റേറ്റ്. ഓക്കെ, നമ്മുടെ പ്രോഫിറ്റ് ഫാക്ടർ ആണെങ്കിൽ ഇന്ന് വളരെ ഗുഡാണ്. 3.22 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ മാനുവൽ SL ആൻഡ് ടാർഗറ്റ് മോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, 5 പോയിൻറ്റ് SL ഉം 10 പോയിൻറ്റ് ടാർഗറ്റും. ഓക്കെ, അതായത് ഫിക്സഡ് റൂളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, മാനുവൽ 10 പോയിൻറ്റ്സ് ടാർഗറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ SL മാനുവൽ 5 പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. ഫിൽട്ടർ ഓഫാണ്. ഓക്കെ, ഫിൽട്ടർ ഒന്നും നമ്മളിന്ന് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ചാർട്ടിലും കാണാൻ സാധിക്കും. നമുക്ക് ടാർഗറ്റ് അടിച്ച എല്ലാം 10 പോയിൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 1.8 മൈനസ് കാണാൻ സാധിക്കും. ഇത് ആക്ച്വലി ഇവിടെ നിന്ന് ബൈ പോയി, ബട്ട് ഈ ബൈയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ട്രെൻഡ് ചേഞ്ച് കിട്ടി. അപ്പോൾ 1 പോയിൻറ്റ് സംതിങ് ലോസിൽ നമ്മൾ എക്സിറ്റ് ചെയ്താണ്. ഡയറക്റ്റ് SL ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, 5 പോയിൻറ്റിൻ്റെയൊക്കെ ഹിറ്റ് ആയത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 57 പോയിൻ്റാണ് ഇന്നത്തത്. ഫിക്സഡ് റൂള് പ്രകാരം ഇൻ കേസ് നമ്മൾ മാനുവൽ SL മാറ്റി സിസ്റ്റം അനുസരിച്ച് 1:1 നമ്മൾ റൺ ചെയ്യിച്ചിരുന്നെങ്കിൽ നമുക്ക് എത്ര പോയിൻ്റാണ്? 73 പോയിൻ്റാണ് കളക്ട് ആയിരിക്കുന്നത്. അപ്പോൾ എൻട്രി കൂടി 33 എൻട്രി സംതിങ് വന്നിട്ടുണ്ട്. ഏകദേശം 70% വിൻ റേറ്റ് നമുക്കുണ്ട്. ഓക്കെ, 73 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 730 പിപ്സ്, അതായത് 0.01 ആണെങ്കിൽ ഏകദേശം $70. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 1:2 ആണെങ്കിൽ എന്ത് സംഭവിച്ചേനെ? 47 പോയിൻറ്റ് കളക്ട് ആയിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ വലിയ ടാർഗറ്റ്സ് ഒക്കെ പിടിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 1:2 സിസ്റ്റം കൺസെപ്റ്റിൽ 15 മിനിറ്റിൻ്റെ ഒന്ന് നോക്കാം. 15 മിനിറ്റ് അനുസരിച്ച് നമുക്ക് ഏകദേശം ഇന്നത്തെ ദിവസം 14 പോയിൻറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. 8 എൻട്രിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ BTCയിലും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. BTCയിൽ നമുക്ക് 1:2 കൺസെപ്റ്റ്, സിസ്റ്റത്തിൻ്റെ 1:2 കൺസെപ്റ്റ് അനുസരിച്ച് 1646 പോയിൻറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം 24 എൻട്രിയാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് ഏർലി മോർണിംഗ്, അതായത് 00 അവേഴ്സ് മുതൽ ട്രേഡ് ആയി വന്നിരിക്കുന്നതാണ്. ഓക്കെ, 1:2 നമുക്ക് 15 മിനിറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 1154 പോയിൻറ്റ് കളക്ട് ആയിട്ടുണ്ട്. 5 എൻട്രിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2 എണ്ണം ടാർഗറ്റാണ്, 3 എണ്ണം ട്രെൻഡ് ചേഞ്ചാണ്. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് ഫിക്സഡ് റൂളിൽ കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, ഒരു 250 പോയിൻറ്റ് നമുക്ക് SL കൊടുക്കാം. മാനുവൽ SL 250 പോയിൻറ്റ്, ടാർഗറ്റ് നമുക്ക് 500 പോയിൻറ്റ് കൊടുക്കാം. ഓക്കെ, 1422 പോയിൻറ്റ് കളക്ട് ആയിട്ടുണ്ട്. ഏകദേശം 21 എൻട്രിയാണ് വന്നിരിക്കുന്നത്. സെയിം തന്നെ നമുക്ക് 15 മിനിറ്റിലൂടെ ഒന്ന് നോക്കാം. സെയിം തന്നെയാണ്, എൻട്രി മാത്രമേ ഉള്ളൂ കുറവ്. പ്രൈസ്, അതായത് പോയിൻറ്റ് കളക്ട് ആയിരിക്കുന്നത് സെയിം ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഞാനിതിപ്പോൾ കാണിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ അൽഗോ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ അൽഗോ സ്ട്രാറ്റജീസ് കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എല്ലാ സ്ട്രാറ്റജിയും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതിലേത് സ്ട്രാറ്റജിയാണ് വേണ്ടത് അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് 5 മിനിറ്റിൽ 5 പോയിൻറ്റ് SL ഉം 10 പോയിൻറ്റ് ടാർഗറ്റും വരുന്ന കൺസെപ്റ്റാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജീനെ റൺ ചെയ്യിച്ചാലും മതി. ഇൻ കേസ് നിങ്ങൾക്ക് അതല്ല സ്കാൽപ്പർ വേണം, അതായത് 1:1 സിസ്റ്റം ബേസ്ഡിൽ ഓടുന്ന കൺസെപ്റ്റ് വേണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് റൺ ചെയ്യിക്കാം. ഇതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. നേരെ നിങ്ങളുടെ ലാപ്ടോപ്പിലോ മൊബൈലിലോ വന്ന് നിങ്ങൾക്ക്
നമ്മുടെ ഡാഷ്ബോർഡിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നോക്കിയാൽ ഏകദേശം എത്ര സ്ട്രാറ്റജി വന്ന് കിടപ്പുണ്ട്? 7 സ്ട്രാറ്റജി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കണ്ടോ, ഈ പേരിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അൽഗോ 1 ഗോൾഡാണ്, സ്കാൽപ്പറാണ്, 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ റൺ ചെയ്യുന്ന അൽഗോ ആണ്. റിസ്ക് റിവാർഡ് 1:1 ആണ്. സിസ്റ്റം സ്വിംഗ് ഓട്ടോ SL ആൻഡ് ടാർഗറ്റ് ആണ്, ഡൈനാമിക് ആണ്. ഓക്കെ, അതായത് ഫിക്സഡ് ആയിട്ടുള്ള ടാർഗറ്റ് ആയിരിക്കത്തില്ല, സിസ്റ്റം സ്വിംഗ് എടുക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണ്. അതുപോലെ രണ്ടാമത്തെ അൽഗോയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഗോൾഡ് മൊമെൻറ്റമാണ്, അത് 1:2 ആണ്. ഓക്കെ, ആദ്യത്തെ 1:1 സ്കാൽപ്പറായിരുന്നു, ഇത് 1:2 ആണ്, സിസ്റ്റം സ്വിംഗ് ആണ്. മൂന്നാമത്തെ അൽഗോ നോക്കിക്കഴിഞ്ഞാൽ 1:2 ആണ്, 5 പോയിൻറ്റ് SLഉം 10 പോയിൻറ്റ് ടാർഗറ്റിൻ്റെ കൺസെപ്റ്റാണ്. ഓക്കെ, നാലാമത്തെ അൽഗോ 15 മിനിറ്റിൽ ടൈം ഫ്രെയിമിൽ ഓടുന്ന ഒരു കൺസെപ്റ്റാണ്. സെയിം ഞാനിപ്പം ഇതെല്ലാം നിങ്ങളെ കാണിച്ചതാണ്. ഓക്കെ, നിങ്ങൾക്കിത് കണക്റ്റ് ആകാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഓരോ മോഡിലുള്ള അൽഗോ നിങ്ങളെ കാണിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് അഞ്ചാമത്തെ അൽഗോ നോക്കിക്കഴിഞ്ഞാൽ BTC USD ആണ്, മൊമെൻറ്റമാണ്, 5 മിനിറ്റിൽ റിസ്ക് റിവാർഡ് 1:2 ഓടുന്ന കൺസെപ്റ്റാണ്. സ്വിംഗ് സിസ്റ്റം ബേസ്ഡ് കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ആറാമത്തെ അൽഗോ എന്താണ്? BTC USD ഫിക്സ്ഡ് റൂളാണ്. ഓക്കെ, അതായത് 250 പോയിൻറ്റ് SLഉം 500 പോയിൻറ്റ് ടാർഗറ്റും. അടുത്ത അൽഗോനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? BTC USD സ്വിംഗ് ഇൻട്രാഡേ ആണ്, 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ 1:2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് അൽഗോ ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് റൺ ചെയ്യാം. ഇവിടെ എല്ലാ അൽഗോയും റൺ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് രാവിലെ ടൈമിൽ സ്കാൽപ്പറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പർ യൂസ് ചെയ്യാം. ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഗോൾഡിൽ 5 പോയിൻറ്റ് SL 10 പോയിൻറ്റ് ടാർഗറ്റ് പിടിക്കുന്ന കൺസെപ്റ്റാണ് വേണ്ടതെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതിൻ്റെ റിസൾട്ട് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതാണോ നല്ല പെർഫോമൻസ് തരുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ആകാൻ സാധിക്കും. അപ്പോൾ ഞാൻ എല്ലാ അൽഗോനെയും ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാൻ സാധിക്കും 1 ഇയറിലേക്ക് ഞാൻ $1 ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അൽഗോസിന്. അതായത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാനൊക്കെ നമ്മളെടുത്ത് മാറ്റി മന്ത്ലി ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ അൽഗോ എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെയും അത് റിന്യൂവലൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ ഇഷ്യൂ വരുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് 1 ഇയർ ഡയറക്റ്റായിട്ട് $1 വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ലോട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. സബ്സ്ക്രൈബിനായി ഓക്കെ, അത് സബ്സ്ക്രൈബായി. അത് സബ്സ്ക്രൈബായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്താണ് മൈ സ്ട്രാറ്റജിയിൽ വന്ന് നോക്കി അറിയാൻ പറ്റും. ഓക്കെ, ഇതുണ്ടോ അൽഗോ നമ്പർ 1 കിടപ്പുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അൽഗോയും ആഡ് ചെയ്യാം. ഇതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ അൽഗോയും ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. മൈ സ്ട്രാറ്റജിയിൽ വന്നു കഴിഞ്ഞാൽ 7 അൽഗോയും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇപ്പം നമുക്ക് ഏതൊക്കെ അൽഗോ എപ്പോഴൊക്കെയാണ് ഓടിക്കേണ്ടതെന്ന് എല്ലാം നിങ്ങളുടെ കൺട്രോളിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ ഓഫ് ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ രാവിലെ സ്കാൽപ്പറാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ആ സ്കാൽപ്പർ മാത്രം ഓണാക്കിയാലും മതി. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാ അൽഗോയും റൺ ആകണം അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ ഒരു അൽഗോ എടുക്കുന്ന ട്രേഡ്സുമായിട്ട് മറ്റൊരു അൽഗോയുടെ ട്രേഡ്സിന് യാതൊരുവിധ ബന്ധവുമില്ല. അതായത് ഇപ്പം ഗോൾഡിൽ അൽഗോ നമ്പർ 1 ഒരു ട്രേഡ് എടുത്തു, ആ സമയത്ത് അൽഗോ നമ്പർ 2ൻ്റെ എക്സിറ്റാണ് വരുന്നതെങ്കിൽ ഓൾറെഡി ഉള്ള പൊസിഷൻ അത് എക്സിറ്റ് ചെയ്ത് കളയത്തില്ല. അതാത് അൽഗോയുടെ വർക്ക് മാത്രമേ ഉള്ളൂ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതിപ്പം നാളെ രാവിലെ മുതൽ എല്ലാ അൽഗോയിലും സിഗ്നൽസ് വന്നു തുടങ്ങും. ടോട്ടൽ നിങ്ങൾക്ക് $7 ഉണ്ടെങ്കിൽ 7 അൽഗോയിനെയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ $7 അല്ലെങ്കിൽ $7 വാളറ്റ് ക്രെഡിറ്റ് നമ്മൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ആഡ് ആക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഓർഡർ ഹിസ്റ്ററിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഓർഡേഴ്സും അവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഫെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓർഡർ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കാണിക്കും. ഓക്കെ, ഫെയിൽഡെന്ന് നമുക്കൊരു എറർ മെസ്സേജ് കാണിക്കും. അതിന് മുകളിൽ കൊണ്ട് മൗസ് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് കാരണം കൊണ്ടാണ് ആ ഫെയിൽഡ് ആയതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, പിന്നെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ടൂളിൻ്റെ ഡാഷ്ബോർഡിൽ അവൈലബിൾ ആണ്. സോ ഇവിടെയുള്ള എല്ലാ അൽഗോയിനെയും നിങ്ങൾക്ക് ഇവിടെയും അവൈലബിൾ ആക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എല്ലാ ദിവസവും അൽഗോനെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. എൻട്രി എപ്പോഴാണ് പോയത്, എക്സിറ്റ് എപ്പോഴാണ് വന്നത്,
SL ആണോ ടാർഗറ്റ് ആണോ എല്ലാ കാര്യങ്ങളും. ഓക്കെ അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുക. ഞാൻ ഈ വാലറ്റ് ക്രെഡിറ്റ് ആഡ് ചെയ്യും എല്ലാവർക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ അൽഗോനെ സബ്സ്ക്രൈബ് ചെയ്ത് ആവശ്യമുള്ളതിനെ യൂസ് ചെയ്യുക. ഓക്കെ അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.